ഇതാരാ വന്നാക്കുന്നേ? വലിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്കും സ്വന്തം മാമനെ അങ്ങ് മറന്നു. അയ്യോ, മറന്നതല്ല. മാമന്റെ ഈ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാമൻ ഇപ്പൊ യൂത്തായി. അതെന്താന്നറിയോ സംഭവം? ഇത് പാന്റ് ചില ലൂസ്, അതുകൊണ്ട് മാമിയുടെ പാവാടയുടെ ചരട് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ചെക്കന്റെ വീട്ടിലോട്ട് നമ്മൾ കയറി വരുന്നതല്ലേ ആദ്യമായിട്ട്. അപ്പൊ എത്തി മോഡേൺ ആയിക്കോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ചെറ്റ വീടിന് ലിഫ്റ്റ് വെച്ചതുപോലെ ഉണ്ട്. തറവാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ നേരെ ഇത് കയ്യിലെടുത്തത് കാര്യായി. അതെന്താ ഉത്തരം മുട്ടുമ്പോ വായി കുത്തി കേട്ടാലോ? വല്യമാമേ, എന്തോ വല്യമാമേ, വല്യമാമ ഈ മുറ്റത്ത് വന്ന് വലിയ ആളാവുന്നത് എന്തിനാ? പെരക്കകത്ത് കയറി വലിയ ആളായി കഴിഞ്ഞാൽ ഉച്ച ചെന്ന് ഉത്തരത്തെ ഇടിക്കും. അതുകൊണ്ടാണ് മുറ്റത്ത് നിന്ന് വലിയ ആളാകുന്നത്. വല്യമാമേ, നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തുട്ടോന്ന് അത് മാത്രമേ ഏട്ടുള്ളൂ. ഞാൻ നിനക്ക് അവലെങ്കിലും തന്ന്. അതെ, പക്ഷേ ഈ മാമന് നീ ഒന്നും തന്നില്ല. വേണ്ട വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട. തള്ളയെ പോലെ കള്ളക്കരച്ചിൽ കരയണ്ട. മാമനറിയാലോ നമുക്കൊന്നുമില്ലാത്തവരോട് പോട്ടടി, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. അയ്യോ, ഇതിപ്പോ ഇവൾ എന്നെ ഉടനെ ഒന്നും ഇല്ലാതാക്കി വിടുമെന്നാണ് തോന്നുന്നത്. തന്നില്ലല്ലോ. പോയി പൊളിഞ്ഞു, സംഭവം പൊളിഞ്ഞു. ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം, നല്ല സ്റ്റൈല്. ഓക്കെ. തന്നില്ലല്ലോ. തന്നല്ലോ. ഇല്ല, തന്നില്ലെന്ന്. നാളെ രാവിലെ ആവുമ്പം പനിയും കിടുങ്ങലും കിട്ടിക്കോളും. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അത് ഈ ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഈ അങ്ങനത്തെ ഡ്രസ്സിന്റെ വീഡിയോ ഒക്കെയാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ആണോ? അതിന്റെ പേരെന്താണ്? സോഷ്യൽ മീഡിയയിൽ എന്റെ പേര് ഇതാ ഇങ്ങനെ. ഇതെന്താ വയ്യാത്ത പെണ്ണ്? വയ്യാത്ത പെണ്ണല്ല, വായാടി പെണ്ണ്. അതാണ് അങ്ങനെ പേര് അതില്. വായാടി പെണ്ണായിട്ട് ഇത്ര നേരം എന്റെ അടുത്തൊന്നും മിണ്ടിയില്ല. അത് എന്താന്ന് വെച്ചാലേ, ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ അടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് സംസാരിക്കുക. അതിന്റെ ഒരു ബുദ്ധിമുട്ടാ. പെണ്ണുങ്ങളായ അങ്ങനെ വേണം. എന്നാ അടിച്ചോ. സംസാരിച്ചോളാം. അതിന് ഉടുപ്പൂരി എന്തിനാ? ചൂടല്ലേ. AC വണ്ടിയിലോ? കള്ള AC. നാണപ്പേട്ടന് എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം? മക്കളെ എണ്ണിപ്പറയരുതെന്നല്ലേ പറയാറ്? അപ്പൊ ഇതിനൊരു അന്തമില്ല എന്നാണോ? ദൈവം തരുന്നതല്ലേ, വാങ്ങിച്ച് കൂട്ടിയേക്ക. ചേട്ടാ, എനിക്കൊരാഗ്രഹം. എനിക്ക് സബാഷ് പാർക്കിൽ പോണം. പറ, കൊണ്ടുപോകാം. എനിക്ക് മെറൈൻ ഡ്രൈവിൽ പോണം. പറ, കൊണ്ടുപോകാം കൊണ്ടുപോകാം. എന്നാൽ ഇത് രണ്ടും കാലങ്ങൾക്കറിയുമ്പോൾ സുഭാഷ് പാർക്ക് എന്നും മറൈൻ ഡ്രൈവ് എന്നും അറിയപ്പെടുമായിരിക്കും. ഞാനും കുമാരേട്ടനോട് ഒന്ന് പോയി കാനടി കപ്പിൾ സ്റ്റോർ. എവിടെ പോയി? നല്ല തണുപ്പൊക്കെ ഉള്ളേ. വേനൽക്കാലത്തെ രാവിലെ മങ്കിക്കെ പൊട്ടിട്ട് പാലിന് പോണ ടീംസാ മണാലി പോയിക്കോലെ. ഒരു തമാശ. എന്താടേ വേദനന്റെതല്ലല്ലോ കണ്ടത്. നല്ലതായിട്ട് വീണിരിക്കുന്നല്ലോ. സുമേനെ പോലെ തന്നെ കൈ പഴുത്ത് ചീഞ്ഞ് കൈ മുറിച്ചു മാറ്റും. വേദനയ്ക്ക് അങ്ങ് പോയി. മറ്റേ 50 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് മറ്റേ വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോ വയസ്സ് നാട്ടുകാരറിയുന്നു പറഞ്ഞു സൂചി എടുക്കാൻ പോയില്ലടി. എനിക്കൊന്ന് വെക്കണം. എന്തിന് വെക്കാന്ന്? വേണ്ടേ? നിങ്ങളെപ്പോലെ വിഷമുള്ള വൈറസിന്റെ മുന്നിൽ ഏത് വൈറസ് കൊണ്ട് കയറാനാ? ഞാൻ വെക്കണ്ട, ഒരാവശ്യമില്ല. അപ്പൊ ഞാൻ ഗവൺമെന്റിന് ഒരു വാക്സിൻ അങ്ങോട്ട് ലാഭാക്കി കൊടുത്തില്ലേ? ദേവസേനെ വിരലുകൾ 5. തള്ള വിരൽ ഉയർത്തി. ആരുടെ തള്ള? നീ തന്നെ തള്ള. തള്ള വിരൽ ഉയർത്തി. ബാക്കി വിരലുകൾ മടക്കി. യുദ്ധത്തിനാണോ? അല്ല, റേഷൻ കടയിൽ കൊണ്ട് ഈ വിരലും കൊണ്ട് പഞ്ച് ചെയ്ത് അരിയ സാധനം വാങ്ങിക്കൊണ്ടുവാ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഇവിടെ പണി? അടയ്ക്കാ പറിക്കല്. ബാഹുബലിക്ക് അടയ്ക്കാ പറിക്കലോ? പണ്ട് യുദ്ധത്തിലെ പന വളച്ച് ചാടിയില്ലേ? അത് കണ്ട് ഈ നാട്ടിലെ മെനകെട്ട നാട്ടുകാരെ എന്നെ ഒരു കവുങ്ങേന്ന് അടുത്ത കവുങ്ങയിലേക്ക് പറത്തി വിടും. അടയ്ക്കാ പറിക്കാൻ. ഈ നാട്ടിലെ ആസ്ഥാനം അടയ്ക്കാ പറിക്കാൻ ഇപ്പൊ ഞാനാ.